അവിടുന്ന് 2-3 ദിവസമായി ലീവാണ്. കാര്യം എന്താണെന്ന് അറിയില്ല. രേഖ മനുവിൻ്റെ ക്യാബിനിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് അവനും അവളെക്കുറിച്ച് ഓർക്കുന്നത് തന്നെ. തച്ചു വന്നതിന് ശേഷം ഒന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ലായിരുന്നു അവന്. രേഖയുടെ അടുത്തു നിന്നും നമ്പർ വാങ്ങി അവൻ അല്ലുവിനെ വിളിച്ചു. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവൻ നിരാശയോടെ തലയിൽ കൈ താങ്ങിയിരുന്നു. പെട്ടെന്നാണ് അവനന്ന് അവളുടെ വീട്ടിലേക്ക് പോയത് ഓർമ്മ വന്നത്. പിന്നെ ഒന്നും ആലോചിക്കാതെ മനു കാറെടുത്ത് അല്ലുവിൻ്റെ വീട് ലക്ഷ്യമാക്കി പോയി. അവിടെ എത്തി അവൻ കാർ സൈഡാക്കിയിട്ടുകൊണ്ട് ചുറ്റിലും നോക്കി. ആ വീട് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. ആളില്ലാത്ത പോലെ ചുറ്റിലും ഇലകൾ നിറയെ വീണ് കിടക്കുന്നു. അന്നത്തെ ഓർമ്മയിൽ മനു മതിൽ ചാടിക്കടന്ന് ജനലിൻ്റെ സൈഡിലെത്തി. അകത്തൊന്നും ആരുടെയും അനക്കം കേൾക്കുന്നില്ല. അവൻ നിരാശയോടെ അവിടെ മുഴുവനും കുറച്ചു നേരം നടന്നു. എന്നിട്ട് തിരികെ മതിൽ ചാടി കാറിനടുത്തേക്ക് വന്നു. കാറിന്റെ ബോണറ്റിൽ ചാരി മനു ആ വീടിനെ കുറേ നേരം നോക്കി നിന്നു. അപ്പോഴാണ് സൈക്കിളിൽ ഒരാൾ വരുന്നത് അവൻ കണ്ടത്. അവൻ കൈ കാണിച്ച് അയാളെ തടഞ്ഞു. ചേട്ടാ, ഈ വീട്ടിലുള്ളവരൊക്കെ ഇവിടെ? അയാൾ മനുവിനെ സംശയത്തോടെ നോക്കി. സാറേതാ, മനസ്സിലായില്ല? അയാൾ നെറ്റി ചുളിച്ചുകൊണ്ട് അവനെ നോക്കി. അത് ഈ വീട്ടിലെ കുട്ടി ജോലി ചെയ്യുന്ന കമ്പനിയിലെ ആളാണ് ഞാൻ. 2-3 ദിവസമായി ആ കുട്ടി ജോലിക്ക് വരുന്നില്ല. വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. അങ്ങനെ കമ്പനിയിൽ നിന്ന് അയച്ചതാണ് എന്നെ ഒന്ന് അന്വേഷിച്ച് വരാൻ. ചേട്ടൻ എന്നെ ഒന്ന് സഹായിക്കണം. എൻ്റെ ജോലിയുടെ പ്രശ്നമാണ്. മനുവിന് അപ്പോൾ അങ്ങനെ പറയാനാണ് തോന്നിയത്. അവിടെ ഒരു പെങ്കൊച്ചും അതിൻ്റെ സുഖമില്ലാത്ത അച്ഛനുമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സാർ ഒരു കോളേജിലെ സാറായിരുന്നു. ഒരു ദിവസം ആ സാർ കോളേജിൽ പോയിട്ട് വരുമ്പോൾ ഏതോ ലോറി വന്നിടിച്ചു. അന്ന് ആ കൊച്ചു പഠിത്തം കഴിഞ്ഞ സമയമായിരുന്നു. ആക്സിഡൻറ്റിൽ ആ സാറിന് ജീവൻ മാത്രമേ കിട്ടിയുള്ളൂ. ശരീരം തളർന്ന കിടപ്പിലായി. പിന്നെ ആ കൊച്ചാണ് ജോലിക്ക് പോയി സാറിനെ നോക്കുന്നത്. എഴുതിക്കൊടുത്ത് പെൻഷൻ കൂടി വാങ്ങി. പക്ഷേ അതിനുശേഷം ആ കൊച്ചിവിടുള്ള ആരുമായി മിണ്ടില്ല. വീടും ഗേറ്റും എല്ലാം പൂട്ടി അകത്തിരിക്കും. ആ കൊച്ചു ജോലിക്ക് പോകുമ്പോൾ നോക്കാനായി ഇവിടെ അടുത്തുള്ള സുധയെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. വിധി അല്ലാതെന്താ. 2 ദിവസം മുൻപ് ആ സാറിനെ അങ്ങ് ദൈവം വിളിച്ചു. സാറിൻ്റെ തറവാട്ടിൽ നിന്നും ആള് വന്നങ്ങ് കൊണ്ടുപോയി ഓടി. ഒപ്പം ആ കൊച്ചിനെയും. ആ സാറ് കല്യാണം കഴിച്ചത് ആ വീട്ടുകാരുടെ ഇഷ്ടത്തോടൊന്നും അല്ലായിരുന്നു. കൂടെ പഠിച്ചൊരു കൊച്ചിനെ കിട്ടിയപ്പോൾ വീട്ടുകാർ ഇറക്കി വിട്ടു. അല്ലുമ്മക്ക് 2 വയസ്സായപ്പോൾ പനി വന്ന് സാറിൻ്റെ ഭാര്യ മരിച്ചു. പിന്നെ സാറാണ് മോളെ നോക്കിയതും വളർത്തിയതും. എല്ലാം ഒരു നെടുവീർപ്പോടെ അയാൾ പറഞ്ഞു നിർത്തിയതും മനു ഞെട്ടിത്തരിച്ച് നിന്നുപോയി. അല്ലുവിനെ ഓർത്ത് അവന് വേദന തോന്നി. ചേട്ടാ, അവരുടെ നാട് എവിടെയാണെന്ന് അറിയാമോ? 30 കിലോമീറ്റർ പോകണം. മഹാദേവപുരം അങ്ങാണ്ടാണ്. അവിടെ മേലടുത്ത് തറവാടെന്നാണ് അവർ വന്ന് പറഞ്ഞത്. അയാൾ പോയതും മനു പിന്നെ ഒന്നും നോക്കാതെ കാർ തിരിച്ചു മഹാദേവപുരത്തേക്ക്. അവനെ അവിടെ കാത്തിരിക്കുന്ന പ്രതിസന്ധികൾ അറിയാതെ. നീ പോയിട്ട് വാ, അമ്മയോട് ഞാൻ പറഞ്ഞേക്കാം. അച്ചു ഫോൺ കട്ട് ചെയ്ത് താഴേക്ക് ഇറങ്ങി വന്നു. താഴെ തച്ചു സോഫയിലിരുന്ന് കളിക്കുന്നുണ്ട്. സാരംഗി കുറച്ച് ഫയൽസ് ചെക്ക് ചെയ്യുന്നു. മല്ലിക തച്ചുവിനെ നോക്കി അവളോട് കിന്നാരം പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അമ്മ, അച്ചു മല്ലികയെ നോക്കി വിളിച്ചു. അവൻ ഇറങ്ങി വന്നിട്ടും സാരംഗി അവനെ ശ്രദ്ധിക്കാതെ ഫയലിൽ നോക്കിയിരുന്നു. എന്താടാ? മനു വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്, കുറച്ച് ദൂരെയാണ്, വരാൻ വൈകുമെന്ന്. അവനിപ്പോൾ കുറച്ച് മീറ്റിംഗ് കൂടുതലാണ്. ഇനി വരട്ടെ, ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ, മല്ലിക കെറിവിച്ചുകൊണ്ട് പറഞ്ഞു. അച്ചു ഇടം കണ്ടിട്ട് സാരംഗിയെ നോക്കുന്നുണ്ട്. ഇവിടെ അത് വയലിനകത്ത് കമിഴ്ന്ന് കിടക്കുന്നേ, ഒന്ന് നോക്കിയെന്താ? അച്ചു അവളെ നോക്കി കുറച്ചു നേരം നിന്നു. പിന്നെ ചവിട്ടിത്തുള്ളി കയറിപ്പോയി. അവൻ പോയി കഴിഞ്ഞതും അവൾ മുഖമുയർത്തി നോക്കി. അവളുടെ ചുണ്ടിൽ അവന് വേണ്ടി ഒരു പുഞ്ചിരി തെളിഞ്ഞു. ഉടനെ അത് മായുകയും ചെയ്തു. 2 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം മനു മഹാദേവപുരത്തെത്തി. ഒരു തനി നാടൻ ഗ്രാമമായിരുന്നു മഹാദേവപുരം. അടുത്ത് കണ്ട ഒരു ചായപ്പിടിയേക്ക് മുന്നിൽ കാറ് നിർത്തി മനു പുറത്തിറങ്ങി. കടയ്ക്കുള്ളിലേക്ക് കയറി അവിടെ ഇട്ടിരുന്നൊരു ബെഞ്ചിലിരുന്നു. ഒരു ചായ വാങ്ങി കുടിച്ചുകൊണ്ട്. അല്ലുവിനെ കണ്ടെത്തുമെന്ന ഉറപ്പൊന്നുമില്ല. അവൾ സുരക്ഷിതമായി അവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം മതി. സ്വന്തം തറവാടല്ലേ, ചിലപ്പോൾ അവൾക്ക് അവിടെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. ഇത്രയും വർഷം തിരിഞ്ഞ് നോക്കാത്തവർ എന്തുകൊണ്ട് ഇപ്പോൾ വന്ന് അവളെ കൊണ്ടുപോയി? മനസ്സിൽ ഉത്തരം കിട്ടാത്ത അനേകം ചോദ്യങ്ങളുമായി മനു ആലോചിച്ചിരുന്നു. ചായ കുടിച്ച് പൈസ കൊടുത്തിട്ട് മനു ചായ അടിക്കുന്ന ആളിനോട് സംസാരിക്കാൻ ശ്രമിച്ചു. ചേട്ടാ, ഈ മേലടത്ത് തറവ് എങ്ങോട്ടാ പോകണ്ടേ? ഇവിടുന്ന് നേരെ പോകുമ്പോൾ ഒരു ആൽത്തറയോ അമ്പലവും ഉണ്ട്. അവിടുന്ന് വലത്തോട്ട് പോകുമ്പോൾ ഒരു പാടമാണ്. അവിടുന്ന് നോക്കുമ്പോൾ കാണാം ഒരു പഴയ 4 കെട്ട് തറവാട്. അത് തന്നെ മേലടത്ത്. താങ്ക്സ് ചേട്ടാ. അയാൾ പറഞ്ഞ വഴിയിലൂടെ മനുവിൻ്റെ കാർ മുന്നോട്ട് പാഞ്ഞു. നാശത്തിന് ഇങ്ങോട്ട് കെട്ടിയെടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ എത്ര ദിവസമായി? എന്താ നിങ്ങളുടെ പ്ലാൻ? മുന്നിലിരിക്കുന്ന ആളിനോട് ആഡംബരവതിയായ ആ സ്ത്രീ നിന്ന് വിറച്ചു. നീയൊന്ന് അടങ്ങ് സുമേ. ആനി മരിച്ചിട്ട് 16 തികഞ്ഞിട്ടില്ല. അത് കഴിയും വരുന്ന ക്ഷമിക്ക്. അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന കാര്യം നടത്തിയിട്ട് നമുക്ക് ആലോചിക്കാം.
അയാൾ ബെഡിൽ നിവർന്നിരുന്നു കൊണ്ട് പറഞ്ഞു. എന്തോ ആലോചിക്കാമെന്നാ? എൻ്റെ അച്ഛൻ്റെ സ്വത്തിൻ്റെ മുക്കാലും അതിൻ്റെ പേരിലോട്ടാണ് എഴുതി വെച്ചേക്കുന്നത്. എങ്ങനെയെങ്കിലും അവളിൽ നിന്നും എനിക്കത് നേടണം. അതിനെന്ത് ചെയ്യും ഞാൻ? ആ സ്ത്രീ പകയോടെ പറഞ്ഞു. തെല്ലൊരു നേരത്തെ ആലോചനയ്ക്ക് ശേഷം എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അയാൾ ബെഡിൽ നിന്നും എഴുന്നേറ്റു. അവരെ വിജയിയെപ്പോലെ നോക്കി ചിരിച്ചു. സുമേ, എല്ലാത്തിനും ഒരു വഴി തെളിയും. ഇവിടെ നമ്മുടെ മുമ്പിലും വലിയൊരു വഴി തെളിയാൻ പോവാം. നിങ്ങൾ തെളിച്ചു പറ മനുഷ്യ. അവൾ ഒരിക്കലും നമ്മുടെ സ്നേഹത്തിനും ഭീഷണിക്കും മുന്നിൽ സ്വമേധയെ ഒപ്പിട്ട് തരില്ല. പക്ഷേ അവൾ ഒപ്പിടാതെ തന്നെ എല്ലാം നമ്മളിലേക്ക് വന്നു ചേർന്നാലോ? അയാൾ കുടിലതയോടെ അവരെ നോക്കി ചിരിച്ചു. എങ്ങനെ? അവൾ നമ്മുടെ മരുമകളായാലോ? ആ സ്ത്രീ അമർഷത്തോടെ അയാളെ നോക്കി. നിങ്ങൾ എന്ത് തോന്നിവാസാണ് വിളിച്ചു പറയുന്നത്? അവളെപ്പോലെ ഒരുത്തിയെ എൻ്റെ മോനെ കൊണ്ട് കെട്ടിക്കണമെന്നാണോ പറയുന്നത്? അത് നടക്കില്ല. അതൊഴിച്ച് മറ്റെന്ത് വേണമെങ്കിലും ചെയ്തു, പക്ഷേ അവളെ എൻ്റെ മരുമകളായി ഞാൻ വാഴിക്കില്ല. സുമ നിന്ന് അയാൾക്ക് നേരെ ചീറി. പക്ഷേ എനിക്ക് സമ്മതമാണെങ്കിലോ? അവരുടെ മുറിയിലേക്ക് കയറി വന്ന ആ ചെറുപ്പക്കാരൻ അവരെ നോക്കി പറഞ്ഞു. മോനെ രഞ്ജ, നീ എന്താ പറഞ്ഞു വരുന്നത്? സുമ ആധിയോടെ അവനെ നോക്കി ചോദിച്ചു. അവളെ കല്യാണം കഴിക്കാൻ എനിക്കൊരു പ്രശ്നവുമില്ല. എന്തോ അവളെ കണ്ടതു മുതൽ എൻ്റേതാക്കണമെന്നൊരാഗ്രഹം, ഒപ്പം അവളുടെ പേരിലെ സ്വത്തും. രണ്ടും ഒരുമിച്ച് ഈ രഞ്ജിത്തിൻ്റെ കാൽച്ചുവട്ടിൽ വന്നു ചേരും. അവൻ വിജയെപ്പോലെ നിന്ന് പറഞ്ഞു. സുമേ, അവൻ പറയുന്നതിനും കാര്യമുണ്ട്. ഇവൻ്റെ ഭാര്യയായി കഴിഞ്ഞാൽ അവളുടെ പേരിലെ സ്വത്തിൻ്റെ അവകാശി നമ്മുടെ മോനല്ലേ? പിന്നെ അച്ഛൻ്റെ വഴിയെ മോളെ കൂടി നമുക്ക് പറഞ്ഞയക്കാം, പോരെ? കുടിലതയോടെ അയാൾ ഭാര്യയെയും മകനെയും നോക്കി പറഞ്ഞു. പക്ഷെ ഇതെല്ലാം പുറത്തുനിന്ന് കേട്ട ആ വൃദ്ധ ഊന്നുവടിയുമായി അല്ലുവിൻ്റെ റൂമിലേക്ക് പോയി. സുമയെ പോലെ പണത്തിനോട് ആർത്തി പിടിച്ച ആളായിരുന്നു കരുണൻ. അവരുടെ അതേ സ്വഭാവമായിരുന്നു കരുണനും. ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയെയാണ് അനിരുദ്ധ് വിവാഹം കഴിച്ചു കൊണ്ടുവന്നത്. അച്യുതൻ നായർക്ക് ദഹിച്ചില്ല അത്. സുമയുടെ ഏഷണി കൂടിയായതോടെ അനിരുദ്ധിനെ വീട്ടിൽ നിന്നും പുറത്താക്കി. പക്ഷേ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളാണ് തൻ്റെ മകളും മരുമകനും എന്ന് അച്യുതൻ തിരിച്ചറിയുന്നു. സ്വത്തിൻ്റെ മുക്കാൽ ഭാഗവും അദ്ദേഹം അല്ലുവിൻ്റെ പേരിൽ എഴുതി വെച്ചു. വൈകി തിരിച്ചറിഞ്ഞപ്പോഴാണ് സുമയും കരുണനും കൂടി അനിരുദ്ധിനെ ഒരു ആക്സിഡന്റിലൂടെ കൊല്ലാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതിൽ രക്ഷപ്പെട്ട് അദ്ദേഹം കിടപ്പിലായി. അനിരുദ്ധ് മരിച്ചപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അല്ലുവിനെ കൂടെ കൊണ്ടുപോയി. കട്ടിലിൽ ചുരുണ്ടുകിടക്കുന്ന അല്ലുവിൻ്റെ നെറുകയിൽ വേദനയോടെ തൻ്റെ ചുക്കിച്ചുളിഞ്ഞ കൈകൊണ്ട് ഭാർഗവി തലോടി. ആരുടെയോ കരസ്പർശം ഏറ്റതും അല്ലു ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. മോളെ, എൻ്റെ കുട്ടി എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. എൻ്റെ വയറ്റിൽ കുരുത്തത് ഒരു രാക്ഷസിയായിപ്പോയി. മോളെ കൂടി അവർ ഇല്ലാതാക്കും. ആരും കാണാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോകുഞ്ഞേ. കണ്ണുനീരോടെ അവർ അവളെ നോക്കി പറഞ്ഞു. അപ്പോഴും നിർവികാരതയോടെ അല്ലു അവരെ നോക്കിയിരുന്നു. കൊന്നോട്ടെ മുത്തശ്ശി. ഇനി ആർക്കു വേണ്ടി മുത്തശ്ശി ഞാൻ ജീവിക്കണ്ടേ? എന്നെ തനിച്ചേക്ക് പോയില്ലേ എല്ലാവരും? ഇനി എൻ്റെ ജന്മം കൊണ്ട് അവർക്കെങ്കിലും ഉപകാരം ഉണ്ടാവട്ടെ. എങ്ങോട്ടും നോക്കിക്കൊണ്ട് അല്ലു പറഞ്ഞു. ഇല്ല, അങ്ങനെ ആ പിശാചികൾക്ക് ഇട്ട് കൊടുക്കില്ല ഞാൻ. അതിനാണോ എൻ്റെ കുഞ്ഞു മോളെ വളർത്തിയത്? അവൻ്റെ ആത്മാവിന് മോക്ഷം ലഭിക്കുമോ? എനിക്ക് വേണ്ടി, മോളുടെ അമ്മയ്ക്ക് വേണ്ടി ഇവിടുന്ന് പോ. ഈ വൃദ്ധയുടെ അപേക്ഷയാണ്. അവർ കരഞ്ഞുകൊണ്ട് കൈകൂപ്പി. അവൾ പകപ്പോടെ അവരുടെ കയ്യിൽ പിടിച്ച് അരുതെന്ന് വിലക്കി. അവർ പെട്ടെന്ന് അവളുടെ ബാഗ് എടുത്ത് തുണികളെല്ലാം അതിനുള്ളിൽ നിറച്ചു. വല്ലാത്തൊരു വെപ്രാളമായിരുന്നു അവരുടെ പ്രവൃത്തിയിൽ. അവർ 3 പേരെയും അവിടെ കാണാത്തതുകൊണ്ട് ഭാർഗവി അല്ലുവിനെയും കൊണ്ട് പിന്നിലൂടെ പുറത്തിറങ്ങി. അവൾ ഇറങ്ങിയതും അവർ കണ്ണുനീരോടെ അവളെ നോക്കി നിന്നു. പക്ഷേ മുകളിൽ നിന്നും അവൾ പോകുന്നത് നോക്കി നിന്ന അവനിൽ പക നിറഞ്ഞു. ഒരു കാറ്റുപോലെ അവൻ അല്ലുവിൻ്റെ പിന്നാലെ കുതിച്ചു. ഓടാൻ ശ്രമിച്ച അല്ലു കല്ലിൽ തട്ടി നിലത്തേക്ക് വീണു. എങ്ങോട്ടാടി ഇനി ഓടാൻ നോക്കുന്നത്? എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെയങ്ങ് രക്ഷപ്പെടാമെന്ന് കരുതിയോ? അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവൻ അവളുടെ കവിളിൽ ആഞ്ഞടിച്ചു. എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ അവനെ തള്ളി മാറ്റി അവൾ മുന്നോട്ടോടി. മുറ്റത്ത് പാഞ്ഞു വന്നൊരു കാറിൽ തട്ടി അല്ലു നിന്നു. അവൾ പകപ്പോടെ മുഖമുയർത്തി നോക്കി. അതിൽ നിന്നും പുറത്തിറങ്ങിയ ആളിനെ കണ്ട് അവളിൽ ആശ്ചര്യവും ആശ്വാസവും സങ്കടവും വേദനയും തുടങ്ങിയ സമ്മിശ്ര വികാരങ്ങൾ നിറഞ്ഞു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങിയ അവൻ അല്ലുവിനെയും അവൾക്ക് പിന്നാലെ ഓടി പാഞ്ഞു വരുന്ന രഞ്ജിത്തിനെയും നോക്കി. പെട്ടെന്ന് അല്ലു ഓടി അവൻ്റെ പിന്നിലേക്ക് നിന്നു. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ശേഷം പകയോടെ രഞ്ജിത്തിനെ നോക്കി. രഞ്ജിത്ത് മനുവിനെയും അല്ലുവിനെയും സംശയത്തോടെ നോക്കി. മനുവിനെ കണ്ടപ്പോൾ അല്ലുവിൻ്റെ മുഖത്തുണ്ടായ ആശ്വാസം രഞ്ജിത്തിൽ ഒരു പതർച്ചയുണ്ടാക്കി. ആരാ നീ? രഞ്ജിത്ത് ദേഷ്യത്തോടെ മനുവിനെ നോക്കി ചോദിച്ചു.
അതിന് മനുവിൻ്റെ മുഖത്തൊരു ചിരിയായിരുന്നു മറുപടി. അവൻ തിരിഞ്ഞ് അല്ലുവിനെ നോക്കി. പേടിയോടെയും വിറയലോടെയും അവൾ നിൽക്കുന്നത് കണ്ട് മനു അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. ഞാൻ ആരോ ആയിക്കോട്ടെ, പക്ഷേ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ പേടിപ്പിക്കുന്നത് ശരിയാണോ? രഞ്ജിത്തിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്, അതിലിടപെടാൻ നീ ഏതാ? ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാണിവൾ. അവളെ ഞാൻ എന്തും ചെയ്യും. നീ നിന്റെ കാര്യം നോക്കി പോകാൻ നോക്ക്. രഞ്ജിത്ത് നിന്ന് മുരണ്ടു. വിവാഹം കഴിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ, കഴിച്ചില്ലല്ലോ. അതിനു മുന്നേ അധികാരം സ്ഥാപിക്കാൻ നോക്കുന്നത് ശരിയാണോ? നീ എന്താ എൻ്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ശരിയും തെറ്റും പഠിപ്പിക്കുന്നോ? ഇറങ്ങിപ്പോടാ. രഞ്ജിത്ത് ദേഷ്യത്തോടെ മനുവിന് നേരെ വിരൽ ചൂണ്ടി. മനു തിരിഞ്ഞ് അല്ലുവിനെ നോക്കി. അപ്പോഴും അവൾ പേടിച്ചു നിൽപ്പായിരുന്നു. അലങ്കൃത, ഇയാൾ പറയുന്നത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ താൻ പറഞ്ഞാൽ ഞാൻ തിരിച്ചു പോകാം. അതല്ല മറിച്ചാണെങ്കിൽ തന്നെയും കൊണ്ടേ ഞാൻ പോകും. മനുവിൻ്റെ കണ്ണുകളിൽ നോക്കിയതും അല്ലുവിന് ഒരു ധൈര്യമൊക്കെ വന്നു. അവൾ അല്ലെന്ന് തലയാട്ടി. രഞ്ജിത്ത് ദേഷ്യം കൊണ്ട് കടപ്പല്ല് കടിച്ചു. കടിച്ചു പൊട്ടിക്കാതെ സഹോദര, എനിക്ക് അടിച്ചിളക്കാനുള്ളതല്ലേ? മനു പറഞ്ഞതും രഞ്ജിത്ത് മനസ്സിലാവാതെ അവനെ നോക്കി. നിനക്കിവിടെ നിൽക്കണോ? അല്ലു വേണ്ട എന്ന് തലയാട്ടി. തലയാട്ടാനല്ല, വാ തുറന്നു പറ. മനുവിന് ദേഷ്യം വന്നിട്ട് തുടങ്ങിയിരുന്നു. ഇവിടെ നിൽക്കണ്ട, അല്ലു കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ശരി, ഞാൻ ഇവിടെ കൊണ്ടുപോവാണേ. തടയാൻ നോക്കിയാൽ തടി കേടാകുമെന്നേ ഉള്ളൂ. മനു അവളോട് കാറ് തുറന്ന് കയറിയിരിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും സുമയും കരുണനും മുറ്റത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. ഡാ ചക്ക, ഏതാടാ നീ? ഞങ്ങളുടെ വീട്ടിലെ കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോകാൻ നീ ഏതാ? രഞ്ജ, പോലീസിനെ വിളിക്കടാ. വീട്ടിൽ കയറി പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോകുന്നു. സുമ മനുവിനെ കണ്ണു തുറപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. തൊള്ള സമ്മതിക്കൂല. മനു തല കുടഞ്ഞുകൊണ്ട് അവരെ നോക്കി. അതെ ആൻറ്റി, അവൾ കൊച്ചുകുട്ടിയൊന്നുമല്ല. പോലീസിനെ വിളിച്ചാലും എനിക്കൊരു ചുക്കുമില്ല. അവൾ പ്രായപൂർത്തിയായ പെണ്ണാണ്. അവളുടെ ഇഷ്ടത്തിന് നിയമം മുൻതൂക്കം കൊടുക്കൂ. എവിടുന്നോ വന്ന ഒരുത്തിനൊപ്പം പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ അഴിയെണ്ണാൻ പോകുന്നില്ല. നീ ഏതാ? ഇവളുമായി നിനക്ക് എന്തു ബന്ധം? നീ അവളുടെ കാമുകനോ അതോ ഭർത്താവോ? കരുണൻ അവന് നേരെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ ആരാണെന്ന് അറിഞ്ഞല്ലേ ഇവളെ എൻ്റെ ഒപ്പം വിടൂ. ഞാൻ അവൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ CEO, CM ഗ്രൂപ്പ്സിൻ്റെ അധികാരി ചന്ദ്രമോഹൻ്റെ ഇളയ മകൻ ഹേമന്ത് ചന്ദ്രമോഹൻ. ഇനി ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അല്ലു എൻ്റെ ഭാര്യയാണ്. അല്ലു വാ തുറന്ന് അവനെ നോക്കി. അവളുടെ തലയ്ക്ക് ചുറ്റും നക്ഷത്രങ്ങൾ മിന്നുന്നത് പോലെ തോന്നി അവൾക്ക്. ആദ്യത്തെ അമ്പരപ്പിന് ശേഷം രഞ്ജിത്തിൻ്റെ അങ്ങനെയായിരുന്നെങ്കിൽ ഇവളുടെ തന്ത മരിച്ചപ്പോൾ നീ എവിടെയായിരുന്നു? ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇവൾക്ക് ആരും അവകാശമില്ല എന്നറിഞ്ഞതുകൊണ്ട് മാത്രമാണ്. എന്നിട്ടിപ്പോൾ നീ പറയുന്നു നീ ഇവളുടെ ഭർത്താവാണെന്ന്. തെളിവുണ്ടോ നിന്റെ കയ്യിൽ? രഞ്ജിത്ത് കുടിലതയോടെ മനുവിനെ നോക്കി ചോദിച്ചു. മനു അവൻ്റെ ഫോൺ കയ്യിലെടുത്ത് അതിലെ ഗാലറി ഓപ്പൺ ആക്കി. അതിലെ ഒരു ഫോട്ടോ അവർക്ക് നേരെ കാണിച്ചു. 3 പേരും ഞെട്ടിയ ഫോട്ടോയിലേക്ക് നോക്കി നിന്നു. കമ്പനിയിലെ ഹോളി ആഘോഷത്തിനിടയ്ക്ക് അല്ലുവിൻ്റെ നെറ്റിയിൽ റെഡ് കളർ വീണത് തുടച്ചു കൊടുക്കുന്ന മനു. പക്ഷെ ആര് കണ്ടാലും അവൻ അവൾക്ക് സിന്ദൂരം ചാർത്തുന്നതായേ തോന്നൂ. 3ൻ്റെയും മുഖം കണ്ട് മനു. പിന്നെ ഞാൻ ഒഫീഷ്യൽ ടൂറിലായിരുന്നു 1 മാസം, അതും UK-യിൽ. ഞാൻ നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇനി എനിക്കെൻ്റെ ഭാര്യയെ കൊണ്ടുപോകാമല്ലോ? മനു നെറ്റി ചുളിച്ചുകൊണ്ട് അവരെ നോക്കി ചോദിച്ചു. ഒരു ഫോട്ടോ കണ്ടാൽ മാത്രം വിശ്വസിക്കാൻ ഞങ്ങൾ അത്ര പൊട്ടന്മാരൊന്നുമല്ല. നിന്നെ കണ്ടിട്ട് ഞങ്ങൾക്ക് അത്ര വിശ്വാസവും പോരാ. അവൻ്റെ കഴുത്തിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. അവൻ്റെ ഭാവം കണ്ട് അല്ലുവിന് പേടിയായി തുടങ്ങി. വേഗം അവൾ ഡോറ് തുറന്നിറങ്ങി മനുവിൻ്റെ കയ്യിൽ പിടിച്ചു മുറുക്കി. മനുവേട്ടാ, നമുക്ക് പോകാം. ദേ അമ്മായി, ഇതെൻ്റെ ഭർത്താവാ. ഇദ്ദേഹത്തോടൊപ്പം ഞാൻ പോകുന്നു. ഇനി ആരും എന്നെ അന്വേഷിച്ചു വരരുത്. അവരെ നോക്കി ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് അവനും അവളുടെ പ്രകടനത്തിൽ വാ തുറന്നു നിന്നുപോയി. അവളുടെ മനുവേട്ട എന്ന വിളിയിൽ അവൻ സ്വയം മറന്നുപോയിരുന്നു. അപ്പം അത് ശരി, ഭാര്യയും ഭർത്താവും കൂടി നാടകം കളിക്കാനല്ലേ? കൊള്ളാം. തള്ളയെപ്പോലെ കാശുള്ളവനെ തന്നെ മോളും കറക്കിയെടുത്തല്ലോ. ഇനി കല്യാണത്തിന് മുൻപേ